പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സന്തോഷത്തോടുകൂടിയായിരിക്കുക, സുഖമായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം ദാനമായി തന്നതാണ് ഈ ദിവസം. ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പതിവ് പോലെ നാം എല്ലാ ഞായറാഴ്ചയും ചെയ്യാറുള്ളത് പോലെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം പഠിച്ച വചനങ്ങളാണ് ഇന്ന് ആവർത്തിക്കുന്നത്. അത് 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പഠിച്ച വചനങ്ങളാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. 5-ാം തീയതി പഠിച്ച വചനം സങ്കീർത്തന പുസ്തകം 121-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങളാണ്. അതിങ്ങനെയാണ്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അതാണ് നാം 5-ാം തീയതി പഠിച്ച വചനം. ഇനി 6-ാം തീയതി പഠിച്ച വചനം സങ്കീർത്തനം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനമാണ്: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. 7-ാം തീയതി പഠിച്ച വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വചനമാണ്: നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഇനി 8-ാം തീയതി നാം പഠിച്ച വചനം യൂദിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമായിരുന്നു: തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇനി 9-ാം തീയതി നാം വചനം പങ്കുവച്ചില്ല. 10-ാം തീയതി പഠിച്ച അങ്ങനെ 5 വചനങ്ങൾ. 10-ാം തീയതി പഠിച്ച വചനം ജോബിൻ്റെ പുസ്തകം ദ ബുക്ക് ഓഫ് ജോബ് 22-ാം അധ്യായം 25-ഉം 26-ഉം വചനങ്ങൾ ചേർന്നാണ് നാം പഠിച്ചത്. സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. അപ്പം നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വർണത്തെ നാം വിലപിടിച്ചതായിട്ടാണ് കാണുന്നത്, അപ്പോൾ ആ വിലപിടിപ്പുള്ളത് സ്വർണമാണ്, അല്ല വെള്ളിയാണ്, വിലപിടിച്ച വെള്ളിയാണ്. അപ്പോൾ ആ സർവശക്തന് നേരെ നാം മുഖമുയർത്തണം. അപ്പോൾ ഈ 5 വചനങ്ങൾ ഓർക്കുക. ജോബ് 22, 25, 26 വചനങ്ങളാണ് നാം ഇന്നലെ പഠിച്ചത്. അത് സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തൻ്റെ നേരെ മുഖമുയർത്തുകയും സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. അപ്പോൾ ഈ 5 വചനങ്ങൾ പഠിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ നമ്മൾ പുതിയ വചനങ്ങൾ പഠിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.